നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മാറിമറിഞ്ഞ പ്രവചനം. കാലാവസ്ഥാ വ്യതിയാന കേന്ദ്രത്തിന്റെ കാലാവസ്ഥാ നിലയത്തിൽ നിന്നും ഓരോ മണിക്കൂറിൽ ലഭിക്കുന്നത് പുതുക്കിയ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള മഴ മുന്നറിയിപ്പുകളാണ്. ഇപ്പോൾ കൂടി IMDയുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. IMDയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 14 ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉള്ളത്. 14 ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. കൊല്ലത്തും അതുപോലെ തന്നെ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ യെല്ലോ അലേർട്ടാണ്. ഉടൻ തന്നെ മറ്റ് അപ്ഡേഷൻ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം 6 ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. ഇവിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് വരെ സാധ്യതയുണ്ട്. ഇടുക്കി, എറണാകുളം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വിലയിരുത്തൽ. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. അതേസമയം മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. യെല്ലോ അലർട്ട് പ്രവചിച്ച ജില്ലകളിൽ 115 മില്ലിമീറ്റർ വരെ മഴയാണ് ലഭിക്കുക. ഓറഞ്ച് അലർട്ട് പ്രവചിച്ച ജില്ലകളിൽ 204.4 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കുമളി മേഖലയിൽ പലയിടത്തും മണ്ണിടിഞ്ഞും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. നിലവിൽ 139.30 അടിയാണ് ജലനിരപ്പ്. 140 അടിയിലേക്ക് ജലനിരപ്പ് എത്താനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇത് ഒഴിവാക്കാൻ സ്പിൽവേ വഴി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകിവിടാനാണ് തീരുമാനം. എന്നാൽ വൃഷ്ടിപ്രദേശങ്ങളിലടക്കം കനത്ത മഴ പെയ്തതും ആശങ്ക ഉയരുന്നുണ്ട്. നിലവിൽ സ്പിൽവേ വഴി പുറത്തേക്ക് ഒഴുകിവിടുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ 9120 ഘനയടിയാണ്. എന്നാൽ ഇത് മാറ്റി 10,000 ഘനയടിയിലേക്ക് എത്തിക്കുമെന്നാണ് വിവരം. ഇതിനിടെ അധിക ജലം ഒഴുകി കളയുന്നതിനാൽ ഇന്ന് രാവിലെ 9 മണിക്ക് മുഴുവൻ സ്പിൽവേ ഷട്ടറുകളും ഉയർത്തുമെന്ന അടിയന്തര മുന്നറിയിപ്പും തമിഴ്നാട് ജലവിഭവ വകുപ്പ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടാനാണ് തീരുമാനം. 13 ഷട്ടറുകളും 1.5 മീറ്റർ ഉയർത്തിയായിരിക്കും വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിവിടുക. സെക്കൻഡിൽ 10,000 ഘനയടി വെള്ളം ഒഴുകുകയാണ് എന്ന് സാരം. കുമളി പത്തുമുറി റൂട്ടിൽ മണ്ണിടിച്ചിലുണ്ടായ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുമളി ആനവിലാസം റൂട്ടിലും പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. മണ്ണ് ഭാഗികമായി നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നെടുങ്കണ്ടം മേഖലയിൽ രാത്രിയിലും ശക്തമായ മഴ പെയ്തു. മേഖലയിൽ ഒരിടത്തും ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ വെള്ളം കയറിയിട്ടില്ല. കല്ലാർ ഡാം അടച്ചിട്ടിട്ടില്ല. തുറന്ന 4 ഷട്ടറുകളിൽ 3 എണ്ണം അടച്ചു. ഒരെണ്ണം മാത്രമാണ് തുറന്നിട്ടിട്ടുള്ളത്. കുമളിയിൽ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കടകളിലും വീടുകളിലും വെള്ളം കയറി. 1-ാം മൈൽ ഭാഗത്തെ കടകളിലാണ് വെള്ളം കയറിയത്. വെള്ളാരം കുന്നിൽ റോഡിലേക്ക് പതിച്ച മൺകുഞ്ഞയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രക്കാർ മരിച്ചു. പറമ്പള്ളി വീട്ടിൽ തങ്കച്ചനാണ് മരിച്ചത്. കുമളി ചെളിമടയ്ക്ക് സമീപം KK റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 1-ാം മൈൽ വലിയ കണ്ടം, മഹിമ റോഡ് തുടങ്ങിയ ഭാഗത്തെ പല വീടുകളിലും വെള്ളം കയറി. കുമളി ടൗണിലെ റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വഴിക്കടവിൽ കോഴി ഫാമിൽ വെള്ളം കയറി 2000 കോഴികളാണ് ചത്തുപോയത്. മലപ്പുറം വഴിക്കടവ് മണിമൂളി മേഖലയിലാണ് ഇന്നലെ കനത്ത മഴ പെയ്തത്. കൃഷിയിടങ്ങൾ വെള്ളത്തിൽ മുങ്ങി. വഴിക്കടവ് പൂവത്തിപ്പുരിയിൽ കോഴിഫാമിലാണ് വെള്ളം കയറി 2000 കോഴികൾ ചത്തത്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലാകെ ഇന്നലെ ശക്തമായ മഴയാണ് പെയ്തത്. അതുപോലെ തന്നെ പുതുപ്പാടി, കണ്ണപ്പൻകുണ്ട്, കോടഞ്ചേരി, അടിവാരം മേഖലയിലാണ് മഴ പെയ്തത്. പുതുപ്പാടി മണൽവെയിൽ പാലത്തിന്റെ മുകളിൽ വെള്ളം കയറി. കോഴിക്കോട് പുല്ലാളൂരിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. പലയിടത്തും 2018 മഴ ലഭിക്കാത്ത പലയിടങ്ങളിൽ, വെള്ളം കയറാത്ത പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഓരോ നിമിഷവും പുതുക്കിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.